അർജുനിലേക്ക് കൂടി പോവുകയാണ്. അർജുൻ, വയനാട്ടിൽ ഇതുവരെ 64.27% പേർ വോട്ട് രേഖപ്പെടുത്തിയതാണ് അറിയാൻ കഴിയുന്നത്. പ്രതീക്ഷിച്ച അത്ര ഒരു വോട്ട് ശതമാനം ഉയർന്നില്ല എന്നുള്ള അഭിപ്രായവും ഉയരുന്നുണ്ട് വയനാടിനെ സംബന്ധിച്ച്. 73% വയനാട്ടിൽ പോൾ ചെയ്തിരുന്നത്. എന്നാൽ അതിന് അടുത്തുവരെ എത്തിയില്ല എന്നുള്ളതാണ് ഏറെ വസ്തുത. 63% ആകുമ്പോഴും ഇനി വരാനുള്ളത് ഒരു 9 മണിയോട് കൂടി കൂടുതൽ ചിത്രം നമുക്ക് വ്യക്തമാകും. അതായത് എത്ര ശതമാനം പോളിംഗ് ആയി എന്നുള്ളത് അറിയണമെങ്കിൽ ഏകദേശം 9 മണിയോട് അടുക്കും. ഏകദേശം നമ്മളുടെ ഒരു പ്രതീക്ഷ അനുസരിച്ച് ഒരു 66% വരെ എത്താം എന്നുള്ളതാണ് നമ്മളുടെ കണക്കൂട്ടൽ. 66-67 ആ ശതമാനത്തിന്റെ അടുത്ത് എത്തും എന്നുള്ളതാണ് നമുക്ക് കണക്കൂട്ടാൻ കഴിയുന്നത്. ഇത് തികച്ചും NDA സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. അതായത് ഒരു ഭരണവിരുദ്ധ വികാരം ഇവിടെ ഉണ്ടായിരിക്കുന്നു. സംസ്ഥാന ഭരണത്തിനെതിരെയും അതുപോലെ തന്നെ കഴിഞ്ഞ എം പിയുടെ ആ ദിവസങ്ങൾക്കെതിരെയും വലിയ രീതിയിലുള്ള ഒരു ഭരണവിരുദ്ധ വികാരം തന്നെ ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ് NDAയുടെ കണക്കുകൂട്ടൽ. അത്തരത്തിലാണെങ്കിൽ NDAക്ക് ഇത് കൂടുതൽ ഗുണം ചെയ്യുമെന്നാണ് NDA കണക്കുകൂട്ടുന്നത്. ഇത്തരത്തിലുള്ള ഒരു പോളിംഗ് ശതമാനത്തിലെ കുറവ് താരതമ്യേന UDF ക്യാമ്പിനെ അത് വലിയ രീതിയിൽ തന്നെ ഒരു ആശങ്കയിൽ ആഴ്ത്തിയിട്ടുണ്ട്. അതായത് പ്രിയങ്ക വന്നതിന് ശേഷവും ഇത്തരത്തിൽ ആ പോളിംഗ് ശതമാനം കുറയുന്നു. കഴിഞ്ഞ തവണ രാഹുൽ റായ്ബറേലിയിൽ തെരഞ്ഞെടുത്തത്, അതായത് വയനാടിന് ഉപേക്ഷിച്ച് റായ്ബറേലിൽ തെരഞ്ഞെടുത്തത്, അതൊക്കെ തങ്ങൾക്ക് തിരിച്ചടിയായി എന്നുള്ള ഒരു വിലയിരുത്തൽ UDF ക്യാമ്പിനുണ്ട്. പ്രിയങ്ക വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഈ പോളിംഗ് ശതമാനം കുറഞ്ഞത് UDFനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി തന്നെയാണ്. ശരി, വോട്ടെടുപ്പ് സമയം അവസാനിക്കുമ്പോൾ വയനാടും ചേലക്കരയിലും മികച്ച പോളിംഗ് എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഔദ്യോഗിക കണക്കുകൾ വരാൻ ഇനിയും മണിക്കൂറുകൾ എടുക്കും. ആനന്ദ് പുത്തൂരും അർജുൻ PS വിവരങ്ങൾ നൽകിയത്.